കൂട്ടുകാരെ, നമുക്കിന്ന് പഴമും സേമിയയും തേങ്ങയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ നല്ല പഴുത്ത 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്ക് ഈ തട്ടിലിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് ആവിയിലൊന്ന് വെന്ത് വരട്ടെ. മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ. അപ്പോഴത്തേക്ക് ഈ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/2 കപ്പ് സേമിയ നമുക്കിതിൽ വേവിച്ചെടുക്കാം. വെള്ളം കുറച്ച് കൂടുതലുണ്ടായിക്കോട്ടെ കേട്ടോ. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വറുത്ത സേമിയാണ്. പച്ച സേമിയയും ഉപയോഗിക്കാം. പക്ഷെ പച്ച സേമിയ ഉപയോഗിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ലേശം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ല. ഇത് വറുത്ത കാരണം ഒട്ടിപ്പിടിക്കില്ല, കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ തീരെയും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ മക്കളെ. ഇനി എവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമുക്കിനി 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. അതിന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് മുറിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഈ അണ്ടിപ്പരിപ്പ് കളർ മാറി വരുന്ന സമയം നമുക്ക് അതേപോലെ തന്നെ 1/4 കപ്പ് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പം അണ്ടിപ്പരിപ്പും വെന്ത് നമ്മുടെ മുന്തിരി ഒന്ന് നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ ഒന്ന് ചെറുതായിട്ട് വറന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ സേമിയയുടെ കൂടെ ഇളകുമ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞോളൂ കേട്ടോ മക്കളെ. ഇനി നിങ്ങൾക്ക് ഇത് കളർ വേണമെങ്കിൽ ലേശം മഞ്ഞപ്പൊടിയോ ലേശം കളർ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ കളറൊക്കെ ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ചെറുതായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇപ്പം നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് തോല് കളഞ്ഞിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ പഴം ഇത് കണ്ടില്ലേ, കഷ്ണമൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ, പത്തിരിക്ക് വെള്ളപ്പത്തിനൊക്കെ എടുക്കണ വറുത്ത അരിപ്പൊടി ഇതിലേക്ക് 1/2 കപ്പ് ചേർത്തി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലൊരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം.
ഇപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം. ഇത് കുഴച്ച് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മാവിട്ട് കൊടുക്കണം. ഇപ്പം ഞാനിത് കുഴച്ച് നോക്കുമ്പോൾ ഇത് ആ ഇട്ട പൊടി പോരാ, വെള്ളം കൂടുതലാണ് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലൊരു 1/4 കപ്പ് കൂടി പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് കുഴക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ബോൾ പോലെ ഇത് ഉരുട്ടിയെടുക്കണം. അതുവരെ നമുക്ക് മാവ് ഇച്ചിരിച്ചാൽ ഇട്ട് കൊടുത്തുകൊണ്ടോ ഇരിക്കുക. ഇത് കണ്ടില്ലേ മക്കളെ? ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. കണ്ടില്ലേ? ഇതേമാതിരി നല്ല സോഫ്റ്റായിട്ട്. ഇനി നമുക്കിത് ഒരേപോലത്തെ 2 ഉരുളകളാക്കി എടുക്കാം. ഇത് ഞാനിവിടെ 2 ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു ഉരുള എടുത്തിട്ട് ഈ ഇലയിലിങ്ങനെ നമുക്ക് പരത്തി കൊടുക്കാം. ഇലയുടെ മൊത്തം ഫുള്ളാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡൊക്കെ നമുക്കൊന്ന് നല്ല ലെവലാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാം, വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളയും കൂടി ഈ ഇലയിൽ തന്നെ വെച്ച് ഇതേപോലെ പരത്തിയെടുക്കാം. കൈ കൊണ്ടിങ്ങനെ പരത്തിയാലും മതി. കൈ കൊണ്ട് പരത്താൻ പറ്റണില്ലെങ്കിൽ ഉരുട്ടിൽ കൊണ്ട് ഉരുട്ടിയെടുക്കുക. ചപ്പാത്തി പരത്തുന്ന സാധനം വെച്ചിട്ട്. ഇതിപ്പോൾ നമ്മൾ 2ഉം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തട്ടിൽ വെച്ചതിൽ ഈ സേമിയയുടെ മിക്സ് നമുക്ക് വെച്ച് കൊടുക്കാം. സൈഡിൽ പെടാതെ നടുക്ക് മാത്രം വെക്കണേ. ഇത് എല്ലാതെ നമുക്കിതിൽ പരത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനെ സൈഡിലൊന്നാവാതെ ചുറ്റും നല്ലതായിട്ട് നടുക്ക് മാത്രം വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഇലയിലുള്ളത് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ സൈഡൊക്കെ നമുക്കൊന്ന് അമർത്തി കൊടുത്ത് 2ഉം തമ്മിൽ ഒട്ടിച്ചിട്ടെടുക്കുക. അതിനാണ് സൈഡിൽ പടരുത് പറഞ്ഞത്. ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ലേശം ക്യാപ്പിടാൻ പറഞ്ഞത് സൈഡുകളിൽ. ഇപ്പം നമ്മൾ നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് പരത്തി സൈഡൊക്കെ ഒട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ച് നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സ്നാക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ചൂടാണ് കേട്ടോ. ഇനി നമുക്കിത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ മേലത്തെ വാഴയില എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലത്തെ വാഴയിലയും കൂടി എടുത്ത് മാറ്റാം. കണ്ടില്ലേ? ഇനി ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ മക്കളെ? അടിപൊളിയായിട്ട് നമ്മുടെ സ്നാക്ക് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും തേങ്ങയുടെയും സ്നാക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല സൂപ്പറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.